ക്വിക്കിലൊക്കെ വേണം പേയ്മെന്റും ചെയ്യാം, പക്ഷെ പിൻകോഡ് നിങ്ങൾ പറഞ്ഞു. ഒരു 3 ദിവസം മുമ്പ് നമുക്കൊരു ഓർഡർ വന്നു. എന്തേം പോലെ ഞാൻ ഓർഡർ ചെയ്തു. ഒരു കസ്റ്റമറിന് ഫസ്റ്റ് തൊട്ടേ എല്ലാം പേടിയാണ്. പരസ്യമായിട്ട് പറയാന്നുണ്ടെങ്കിൽ ഒന്നിനോടൊരു ട്രസ്റ്റ് ഇല്ല. ഈ നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് വരുന്നതാണ്. ഇതൊക്കെ പാക്ക് ചെയ്ത് വരുമ്പോഴത്തേന് ഒരു സമയം കൈ പിടിച്ചോണ്ടായിരിക്കും നമ്മൾ കൊറിയർ ഓഫീസിലോട്ട് പോകുന്നത് കൊറിയർ അയക്കാൻ. ഫസ്റ്റ് പാക്കിംഗ് ആണെങ്കിൽ ഈ കസ്റ്റമറിന്റെ വന്ന് അന്നേരാണ് ഞാൻ ഈ അഡ്രസ് നോക്കുന്നത്. അഡ്രസ്സിലാണ് ഈ പിൻകോഡ് ഇല്ല. അത് ചോദിക്കാൻ ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ മലപ്പുറം അല്ലേ, അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞൂടെ എന്നൊക്കെയാണ് ഇയാൾ ചോദിക്കുന്നത്. നിങ്ങളുടെ അവിടുത്തെ പിൻകോഡ് നമുക്ക് ഇവിടുന്ന് പറഞ്ഞു തരാൻ പറ്റില്ല. നിങ്ങൾ നിൽക്കുന്ന ലൊക്കേഷനിലെ പ്രോപ്പർ ആയിട്ടുള്ള പിൻകോഡ് തന്നു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള അവിടെ ഡെലിവേർഡ് ആവും എന്നുള്ളതെന്ന് പറഞ്ഞതിന് നിങ്ങളെ കസ്റ്റമർ സർവീസ് മോശമാണെന്നും ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി നിങ്ങൾക്ക് ഇല്ല, റൂഡായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നതൊക്കെയാണ് ഈ ഒരു കുട്ടി പറയുന്നത്. 1430 ആ കുട്ടി പർച്ചേസ് ചെയ്തത്. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ഹ്യൂജ് എമൗണ്ട് ആണെന്നും അതുകൊണ്ട് തന്നെ മൊത്തത്തിലേ ഒരു സംശയമാണ്. അതുകൊണ്ട് ട്രസ്റ്റിലെത്തന്നെ കൊണ്ട് റിട്ടേൺ ചെയ്യാൻ പറഞ്ഞു. സെക്കൻഡ് നമ്മൾ റീഫണ്ട് ചെയ്ത് കൊടുത്തു. ഒന്ന് സംസാരിച്ച് ഓക്കെ ആയി കഴിഞ്ഞാൽ ആ ഓർഡർ നമുക്ക് പിടിക്കാതിരുന്നായിരുന്നു. ബട്ട് നമ്മളെ ഒരു ട്രസ്റ്റ് ഇല്ലാത്ത ഒരാളെ കസ്റ്റമർ ആയിട്ട് വേണമെന്ന് അന്നേരം എനിക്ക് തോന്നിയില്ല. കുട്ടി ഇത് കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആണെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർ ആയിട്ടുള്ള പിൻകോഡ് നിങ്ങൾ തന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇവിടുന്ന് അയക്കാൻ പറ്റും. ഒരു പ്ലേസ് പറയുമ്പോൾ ആ പിൻകോഡ് നമ്മൾ സെർച്ച് ചെയ്ത് വരുമ്പോഴേക്കും ആ പ്ലേസ് തന്നെ ആയിരിക്കും, പക്ഷെ വേറെ ബ്രാഞ്ചിലോട്ടാണ് സാധനം ചെയ്യില്ല. അന്നേരം ഈ നിങ്ങൾ നമ്മൾ തന്നെയാണ് കുറ്റം പറയുക, കറക്റ്റ് ആയിട്ടുള്ള അഡ്രസ്സിലോട്ട് ഡെലിവറി ചെയ്തില്ല എന്ന്.